ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ്. ഒരു വീടിന്റെ ബഡ്ജറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ആ വീടിന്റെ ഫൗണ്ടേഷൻ. കരിങ്കൽ ബേസ്മെന്റ് ഉള്ളതിൽ വെച്ച് ഏറ്റവും ചെലവ് ചുരുക്കാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ്. വാനം വെട്ടി അതിനകത്ത് കല്ല് ഫില്ല് ചെയ്ത് വേണ്ട ഹൈറ്റിൽ പടവ് വിരിച്ച് അതിൻ്റെ മേലിൽ ബെൽറ്റ് അടിച്ച് മണ്ണ് ഫില്ല് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫൗണ്ടേഷനാണ് ഈ രീതി. മറ്റൊന്നാണ് ചെങ്കൽ ഫൗണ്ടേഷൻ. ചെങ്കൽ സുലഭമായി ലഭിക്കുന്ന പ്രദേശങ്ങളിൽ പാറയേക്കാൾ ലാഭം ചെങ്കൽ തന്നെയാണ്. RCC പില്ലർ ഫൗണ്ടേഷൻ. ഉറപ്പില്ലാത്ത ലൂസ് മണ്ണാണോ നിങ്ങളുടെ പ്ലോട്ട് എങ്കിൽ അവിടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഈ RCC പില്ലർ ഫൗണ്ടേഷൻ തന്നെയാണ്. പക്ഷേ ബഡ്ജറ്റ് നോക്കുമ്പോൾ ഒരു 30 തൊട്ട് 40% വരെ കരിങ്കൽ ബേസ്മെൻറ്റിനെക്കാട്ടും ഇത് കൂടി വരാം. അതിനാൽ ഒരു 8 ഇഞ്ച് കുട്ടി പില്ലർ ഉപയോഗിച്ച് നമ്മുടെ ബേസ്മെൻറ്റ് പ്ലിൻ്റ് ഏരിയയിൽ തീർക്കുക. പില്ലേഴ്സ് റൈസ് ചെയ്യാതെ നമ്മുടെ ഈ ഫൗണ്ടേഷൻ ലെവലിൽ തന്നെ ഇത് തീർക്കാൻ പറ്റും. ഒരു പരിധി വരെ നമുക്ക് ബഡ്ജറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. താബൂക്ക്, ചെങ്കല്ല്, ചുടുകല്ല്, ഇൻ്റർലോക്ക് ബ്രിക്ക്, AC ബ്രിക്ക്, മെറ്റീരിയൽസ് എന്തും ആയിക്കോട്ടെ, പക്ഷേ നിയർ ബൈ അവൈലബിൾ ആണെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നമ്മൾ പ്രതീക്ഷിക്കാതെ പോകുന്നൊരു അനാവശ്യ ചിലവായി മാറിയേക്കാം. ദൂരം കൂടുന്തോറും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കൂടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കും.